ഹായ്, ദിയ കൃഷ്ണ. അതായത് ഓസി കൊച്ചു ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കോമഡി പറയും, എല്ലാവരും കൂടെ അതിനെടുത്ത് വെച്ച് കൊടുക്കും. ഒരു കാര്യമില്ലാതെ ചുമ്മാ ഏറിപ്പോകും. 2-3 ദിവസം മുമ്പ് ഇവിടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ താരമായി തരംഗമായി നിൽക്കുന്നുണ്ടായിരുന്നു. കൊച്ചിന് ഉമ്മ വെച്ച കേസ് എന്തെന്നാണ് എനിക്ക് അപ്പോഴേ മനസ്സിലായി. ഇതിനെ നമ്മൾ ആ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയും. ഇനിയിപ്പോൾ അതിൻ്റെ പ്രൊനൗൺസിയേഷനും പറഞ്ഞ് കുറേ എണ്ണം വരും. ഒരു രക്ഷയില്ല, ഒരു വസ്തു പറയാൻ ഒക്കത്തില്ല. പറഞ്ഞ അപ്പം പറയും ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന്, ചക്കയാ മാങ്ങയാണെന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ സംഗതി നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ? പ്രസവാനന്തരം വരുന്ന ഒരുതരം ഡിപ്രഷൻ്റെ പേരാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. ആ, എന്തായാലും ആ സാധനം ദിയ കൊച്ചിന് അതാണ് ഈ പ്രശ്നം. ആക്ച്വലി ഇത് എനിക്കുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് അറിയില്ലേ? എൻ്റെ മകൻ ജനിച്ച സമയത്ത് ഈ തൊട്ടിലുണ്ടല്ലോ, ഇത് അന്നത്തെ രാരീരം തൊട്ടിൽ പോലെ ജമ്പിങ് തൊട്ടിലല്ല, സാധാരണ സാരിയൊക്കെ വെച്ച് കെട്ടുന്നില്ലേ, മുണ്ടൊക്കെ വെച്ച് കെട്ടുന്ന ആ തൊട്ടിലായിരുന്നു. അതിങ്ങനെ ഒരു പ്രാവശ്യം ആട്ടുന്ന സമയത്ത് ഈ തൊട്ടിലൊന്ന് പൊട്ടി, കുട്ടിയൊന്ന് താഴെ വീണു. വളരെ മൈൽഡായിട്ടാണ് വീണിട്ടുള്ളത്. പക്ഷേ എനിക്കതുണ്ടാക്കിയ ഒരു ആഘാതം ഉണ്ടല്ലോ, അതിൽ പിന്നെ ഇതുവരെ അവന് 10-28 വയസ്സായി. എന്നാലും എനിക്കിപ്പോഴും ഒരു ഊഞ്ഞാലാടുന്ന കണ്ടാൽ പേടിയാവും. അന്നുണ്ടായ ഡിപ്രഷൻ ഞാൻ ഇന്നും മുക്തയായിട്ടില്ല എന്നാ ചുരുക്കം. അപ്പോൾ അതാണ് ഈ പ്രശ്നത്തിന് ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. ആ കൂടെയുള്ള ആളില്ലേ, പുള്ളി വളരെ ക്ലിയറായി, വളരെ കെയർഫുള്ളായി അവൾക്കൊപ്പം നിൽക്കണം. അല്ല വെച്ചാൽ ഇത് പ്രശ്നം വഷളാകും. ഇത് ഒരുപാട് ദിവസം നീണ്ടുന്ന പ്രോബ്ലമാണ്. അത് സത്യം പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ദിയയ്ക്ക് കുഞ്ഞിനോടുള്ള ഓവർ കെയർ, അതും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡിപ്രഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ട്. നമ്മളിത് ആധികാരികമായി പഠിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽസ് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാനൊരു വിവരണം തരാം. അതായത് ഇത് ഞാൻ ChatGPT അടിച്ചു പറ്റിയതാണ്. ഇനി എവിടെ നിന്നൊക്കെ കൊണ്ടുവന്നെന്നുള്ളതൊന്നും ചോദിക്കരുത്. ChatGPT അടുത്ത് ചോദിച്ചാൽ ഇതിൻ്റെ അപ്പുറവും തരും. ChatGPT നല്ലൊരു സംഭവമാണ്. എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ മറുപടി ChatGPT തരും. ഹോർമോൺ മാറ്റങ്ങൾ, പ്രസവത്തിന് ശേഷം ഈസ്ട്രജൻ, പ്രോഗ്രസ്റ്റിറോയിൻ, ഓക്സിറ്റോസിൻ എന്നാണ് കേട്ടോ, ടോക്കിനല്ല, ഓക്സിറ്റോസിൻ, ഇതൊക്കെ എന്തൊരു പേരിടേ, എന്നിവയിൽ വലിയ മാറ്റം വരും. ഇത് കുഞ്ഞിനെ കാക്കണം എന്ന ശക്തമായ വികാരമുണ്ടാക്കും. മാതൃത്വ ഇൻസ്റ്റിങ്ക്റ്റ്, കുഞ്ഞ് പൂർണ്ണമായി അമ്മയെ ആശ്രയിക്കുന്ന അവസ്ഥ. ചെറിയ കാര്യങ്ങൾക്ക് പേടി തോന്നുന്നത് സാധാരണം. പുതിയ ഉത്തരവാദിത്തത്തിൻ്റെ ഭയം, എന്തെങ്കിലും സംഭവിച്ചാൽ എന്ന ചിന്ത, പ്രത്യേകിച്ച് ആദ്യ കുഞ്ഞാണെങ്കിൽ. സമൂഹത്തിൻ്റെ, കുടുംബത്തിൻ്റെ സമ്മർദ്ദം, ഇങ്ങനെ ചെയ്താൽ കുട്ടിക്ക് പറ്റും എന്നുള്ള ഉപദേശം. ഇതാണ് ശരിക്കും പറഞ്ഞ പ്രശ്നം. പോസ്റ്റ് പാർട്ടം ആൻസൈറ്റി എന്നാണ് ഇതിൻ്റെ പേര്. കുഞ്ഞിനെക്കുറിച്ച് തുടർച്ചയായ പേടി, ഉറങ്ങാൻ പറ്റാത്തത്, എപ്പോഴും എന്തെങ്കിലും തെറ്റും എന്ന ഒരു ചിന്ത. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, അമിതമായ ദുഃഖം, കുഞ്ഞിനോടുള്ള മറ്റുള്ളവരോടും അകലം, കരച്ചിൽ, നിരാശ. പോസ്റ്റ് പാർട്ടം OCD, ഇത് വലിയ പ്രശ്നം, അപൂർവം വരുന്നൊരു സംഗതിയാണ്. കുഞ്ഞിന് എന്തെങ്കിലും ദോഷം സംഭവിക്കുമെന്ന് ആവർത്തിച്ചിട്ടുള്ള ചിന്ത, വീണ്ടും പരിശോധിക്കൽ എന്നുള്ളവയാണ്. ഇത് 2-3 ആഴ്ചകൾക്കപ്പുറം ഈ സംഗതി നിലനിന്ന പണി പാലും വെള്ളത്തിൽ കിട്ടും. പക്ഷേ ഇത്രയ്ക്കൊന്നും പോകണ്ട കേട്ടോ. ആക്ച്വലി പുള്ളിക്കാരത്തി പറഞ്ഞത് വളരെ സിമ്പിൾ സാധനമാണ്, ഹോർമോൺ ചേഞ്ചസ് ആണ് ഇതൊക്കെ. എന്നാലും സിമ്പിൾ സാധനമായതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തി മുന്നോട്ട് വെച്ചത് 2 വർഷം ഇയർ ഓൾഡ് ബോയ് ലൂസസ് സൈറ്റ്. അതായത് ആരോ ഈ കണ്ണിന് എന്തോ പ്രോബ്ലം ഉള്ള ഒരാൾ ഒരു കുട്ടീനെ ഉമ്മ വെച്ചതിൻ്റെ പേരിൽ ആ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി ഒരു കുട്ടിക്ക് നഷ്ടപ്പെട്ട വാർത്ത പുള്ളിക്കാരത്തി വായിക്കാനിടയായി. ഡോണ്ട് കിസ് ബേബീസ് ദാറ്റ് യു ഡിഡിൻ മേക്ക്. Make your own and kiss them. This should be strictly followed by all parents. And people who are not related to the baby, don't touch the baby without the parents' consent. Just stay the F away. പുള്ളിക്കാരത്തി ഭയങ്കര ചൂടിലാണ് കേട്ടോ. എല്ലാ മാതാപിതാക്കളും സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവളുടെ കൊച്ചിൻ്റെ ഫോട്ടോയും ആ ഫോട്ടോയും കൂടെ വെച്ചിട്ടാണ് പുള്ളിക്കാരത്തി തകർത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ OCD ആണ്. പോസ്റ്റ് പാർട്ടം OCD പ്രോബ്ലമാണ്. ഓവർ കെയർ അതൊന്നും അല്ലടേ. OCD എന്ന് എൻ്റെ പേര്, അതിൻ്റെ ഫുൾ ഫോം അതൊന്നുമല്ല. ആകെ മൊത്തത്തിൽ പ്രശ്നം എത്രയേ ഉള്ളൂ, പുള്ളിക്കാരത്തിക്ക് ഓവർ കെയറാണ്. അത് മിക്കവാറും ഈ പ്രസവം കഴിഞ്ഞിട്ട് മിക്ക അമ്മമാർക്കും ഉണ്ടാകുന്നൊരു പ്രോബ്ലമാണ്. ചെറിയൊരു മൂക്ക് പനി വരുന്നു വയ്ക്കുക കൊച്ചിന്. ചേട്ടാ, കൊച്ചിനിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ, എൻ്റെ കുഞ്ഞ് മരിച്ചു പോകുമോ, എൻ്റെ കുഞ്ഞിന് അത് വരുമോ, എൻ്റെ കുഞ്ഞിന് ഇത് വരുമോ എന്ന് 100 ചിന്ത ഇങ്ങനെ ഓടും. അതേപോലെ നമ്മളിപ്പം മുല കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഏമ്പക്കം തട്ടുന്ന പരിപാടി ഉണ്ടല്ലോ, നമുക്കത് അത്ര വലിയ ഗ്രാഹ്യമൊന്നും ഉണ്ടാവത്തില്ല. എന്നാൽ ഈ മുതുക്ക് പണ്ടാരങ്ങൾ വന്നാൽ മിണ്ടാതെ വാങ്ങിക്കൊണ്ടിരിക്കുകയോ ഇല്ല. അങ്ങനെ കുട്ടിയില്ലെങ്കിൽ കൊച്ചിൻ്റെ പ്രശ്നം പറ്റേ പ്രശ്നമാണ്, അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പേടിപ്പിക്കാൻ തുടങ്ങും. ഇത് നമ്മുടെ മനസ്സിൽ കിടന്നിട്ട് ബാന്തല് 6 മാസത്തിനുള്ളിൽ ഇന്നതേ കൊടുക്കാൻ പാടുള്ളൂ. 6 മാസത്തിന് മുമ്പ് ഇന്നത് കൊടുത്താൽ കുഴപ്പമെന്ന് പറയും.
എനിക്കറിയത്തില്ല എന്തെല്ലാം റെസ്ട്രിക്ഷൻ ആണെന്നറിയാമോ. സത്യം പറഞ്ഞാൽ ഈ വാഴത്തുണ്ട് ഒരു കുന്തോ അറിയത്തില്ല. ഇച്ചിരി മുതുമുത്തശ്ശിമാരാണെങ്കിൽ കുറച്ചൊക്കെ അങ്ങ് അലോഡ് ചെയ്യും. ഈ നമ്മൾ കുട്ടിയെ കുളിപ്പിക്കുന്ന സീൻ കണ്ടിട്ടില്ലേ, വലിച്ച് ഓടിച്ച് ഇടിച്ച് പിടിച്ച് എന്തൊക്കെ ബഹളങ്ങളാണ് കാണിക്കുന്നത്. ഓയിൽ തേച്ചിട്ട് ആ കൊച്ചിനെ കാണിക്കുന്ന ബഹളങ്ങൾക്ക് അസാധ്യ പരിക്കാടിയാണ്. കൈ വലിച്ച് കീറുന്നു, കാല് വലിച്ച് നിൽക്കുന്നു, നെഞ്ച് വിരിച്ചെടുക്കുന്നു, നെഞ്ച് ചവിട്ടിപ്പൊളിക്കുന്നു. ചിലയിടങ്ങളിൽ ഇത് ഓവറായിട്ട് കുട്ടിയുടെ മർമ്മത്തിൻ്റെ മുകളിലുള്ള ഒരു കട്ട് പോലെ ഒരു ഭാഗമുണ്ടല്ലോ, അത് അമ്മമാരുടെ തള്ളവിരലുകൊണ്ട് ചവിട്ടിക്കും. എന്തൊക്കെ കോമഡികളായി പറ്റുകൾ ചെയ്യുന്നതെന്നാ. എന്നാൽ ഈ കുട്ടീനെ എടുക്കും പയ്യെ പാവം ഇങ്ങനെ 10 ഇടുന്ന് പറയും. ഇതെല്ലാം കൂടെ തലയിൽ കയറുമ്പം പോസ്റ്റ് പാട്ടം എന്ന് പറയുന്ന സാധനം വന്നില്ലെങ്കിലേ അതിശയുള്ളൂ. സത്യമായിട്ടും മുൻകാലഘട്ടങ്ങളിൽ ഇത് എല്ലാ പെണ്ണുങ്ങൾക്കും വരും. ഭ്രാന്ത് പിടി, മുടിയൊക്കെ പിച്ചി കീറി ചെവരിലിടിക്കാൻ തോന്നും. അതും എങ്ങനെയും പണിയൊക്കെ കഴിഞ്ഞ് വന്നൊന്ന് കിടന്നുറങ്ങാൻ നേരത്തെ അപ്പം കിടന്നുകൊണ്ട് കൂവാ വിളിക്കുകയും ചെയ്യും. മാതൃത്വം, അമ്മയാവുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ഗോ. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള സംഗതിയാണ്. പലരും പറയും അമ്മ കൊച്ചിനെ നോക്കുന്നില്ല എന്ന്. സത്യത്തിൽ അങ്ങനെ നടക്കാൻ കഴിയുന്നെങ്കിൽ ആ അമ്മ ഭാഗ്യവതിയാണ്. കാരണം അത്രത്തോളം ടെൻഷൻ അവർക്ക് കുറഞ്ഞിരിക്കുന്നതാണ്. ഭയങ്കര പാടാണ്. സിറ്റുവേഷൻ ഈസ് വെരി ബാഡ്. ഹൈലി പ്രശ്നമുള്ളൊരു സംഗതിയാണ് അമ്മ ആവുക എന്നുള്ളത്. നമ്മൾ മരിക്കുന്നിടം വരെ ഇത് നമ്മളെ വിട്ടു പോവില്ല. കൊച്ചുങ്ങളല്ല ഈ ഒരു ടെൻഷൻ, ഒരു രക്ഷയില്ലാത്ത സംഗതിയാണ്. ഇതിനൊരൊറ്റ സൊല്യൂഷൻ, കൂടെ നിൽക്കുന്നവർ ഞാനും റെസ്പോൺസിബിളാണ്, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഹിം എന്ന് പറയുക. അതായത് ദിയ കൃഷ്ണയുടെ ഹസ്ബൻഡ് കുറച്ചുകൂടെ കൺസേൺ ചെയ്യുക. അങ്ങനെയാവുമ്പോൾ ഇതിനൊരു പ്രശ്നപരിഹാരമാകും. പിന്നെ കാണുന്നതൊക്കെ കണ്ടിട്ട് ഇതിനെല്ലാം കൂടെ മാച്ചപ്പ് ചെയ്തിട്ട് സ്വന്തം കൊച്ചിനെ ഉണ്ടാക്കണമെന്ന് ഹാഷ് വേർഡ്സ് പറയുന്നത് അവളുടെ സ്ഥിര പരിപാടിയാണ്. ധാർഷ്ട്യമുണ്ടാകും, സ്വാഭാവികം. നമ്മൾ അവളെ ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ഡൗൺ ടു എർത്തായിട്ട് കണക്കാക്കുന്നു. നമ്മൾ എന്താ വിചാരിക്കണമെന്ന് അറിയാമോ, അടുത്ത ഒരു സിനിമ അല്ലെങ്കിൽ അടുത്ത ഒരു എന്തെങ്കിലും ഒരു സംഗതി ചെയ്യാനായിട്ടിരിക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആണ് നിങ്ങൾ ദിയ കൃഷ്ണയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി അവൾ അങ്ങനെയല്ല. അവൾ അവളുടെ തന്നെ ബോസാണ്. കാരണം സോഷ്യൽ മീഡിയ ത്രൂ നല്ലൊരു പൈസ എമൗണ്ട് ഏൺ ചെയ്യുന്ന ഒരു പെണ്ണാണ്. അവൾ ഇത്തിരി അഹങ്കാരം കാണിച്ചാലും ഒരു പട്ടിച്ചാത്തിന് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. മാത്രവുമല്ല ആരുടെയും മുമ്പിൽ പോയി ഒരു റോളിന് വേണ്ടിയിട്ട് ഓച്ചാൻച്ച് നിൽക്കേണ്ട അവസ്ഥ അവൾക്കില്ല. പ്രോഡക്റ്റ്സ് ആണ് വിൽക്കുന്നത്. ആ പ്രോഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ 100% അത് വാങ്ങിക്കും. ആൻഡ് സെക്കൻഡ് തിങ്, അവൾ തന്നെയാണ് അവളുടെ പ്രോഡക്റ്റിൻ്റെ ശരിക്കും പറഞ്ഞാൽ മോഡൽ. അവൾ അതിൽ സക്സസ് ആണ്. അവൾ എന്ത് സുന ഇട്ടുകൊണ്ട് വന്നിരുന്നാലും സൂപ്പർ ഭംഗിയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇച്ചിരി അഹങ്കാരം അവൾക്ക് ആകാം എന്നുള്ളതാണ്. അത് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് അവളായിരിക്കും. എന്തുകൊണ്ടെന്നറിയാമോ, നമ്മളെ സൊസൈറ്റി അറിഞ്ഞിരിക്കേണ്ടത് ആറ്റിറ്റ്യൂഡുള്ള ഒരു പെണ്ണായിട്ടായിരിക്കണം, അരഗൻസ് ഉള്ള പെണ്ണായിട്ടായിരിക്കരുത് എന്ന് വിചാരിക്കുന്നവളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ ദിയ ശരിയല്ല, മഹാ കുഴപ്പമാണെന്ന് പറയും. അതേസമയം അവളുടെ ഇപ്പോഴത്തെ ഒരു സി ജനറേഷൻ ഉണ്ടല്ലോ, അങ്ങനെ എന്തൊക്കെയാണ് പേരുകളൊക്കെ വരട്ടെ, സീന്ന ഇസഡ് എന്നൊക്കെയാണ് എന്തോ, അവർ വിചാരിക്കണം എന്താ പറയുക, ഇത്തിരി അഹങ്കാരം നല്ലതാണെന്നാണ്. നമ്മൾ അവരുടെ അഹങ്കാരം നോക്കിയിട്ട് വെപ്രളപ്പെടാൻ പോകണ്ട. അവൾ പറഞ്ഞാണ് നിങ്ങൾക്ക് കൊച്ചുങ്ങളുണ്ടെങ്കിൽ നിങ്ങളങ്ങോട്ട് ഉമ്മ വയ്ക്കും, നിങ്ങൾ അവളെ കൊച്ചിനെ ഉമ്മ വയ്ക്കും, അങ്ങോട്ട് തള്ളിക്കൊണ്ട് പോകണതിന്. ചോദ്യം കറക്റ്റല്ലേ? സത്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഞാൻ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തലയിൽ മുത്തം വയ്ക്കുന്നോ, കഴുത്തി മുത്തം വയ്ക്കുന്നോ, കൈപിടിച്ചുമ്മം വയ്ക്കുന്നോ, അയ്യോ എന്തുവാ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് വിലക്കാനൊക്കത്തില്ല. സോ മാക്സിമം നമ്മുടെ കയ്യിൽ തന്നെ കൊച്ചിനെ വയ്ക്കാൻ ശ്രമിക്കുക. മുത്താൻ വരുമ്പോൾ അവന് അലർജി ഉള്ളതാണ് എന്ന് പറഞ്ഞ് അതിനെ ഒഴിവാക്കുക എന്നതിനപ്പുറം വേറെ സൊല്യൂഷൻ ഇല്ല. സോ ബേസിക്കലി ഇതെല്ലാം അമ്മമാരും പാസ് ത്രൂ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിന് അവൾ അഹങ്കരിയായിരുന്നു, അവൾ അങ്ങനെ പറഞ്ഞു, അവൾ ഇങ്ങനെ പറഞ്ഞു എന്ന് അവളുടെ മനസ്സും കൂടെ മനസ്സിലാക്കണ്ടേ. ആ ഒരു സ്റ്റേജ് എന്താണെന്ന് മനസ്സിലാക്കാത്ത മന്ദബുദ്ധികളായ കുറേ എണ്ണമാണ് അവളെ എടുത്തു വെച്ച് വിടുത്തത്. സത്യത്തിൽ അവൾ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. പിന്നെ ആ ഹാഷ് വേർഡ്സ്, കുട്ടികളില്ലാതിരിക്കുന്ന ഒത്തിരി പേർക്ക് അത് നന്നായിട്ട് ഫീൽ ചെയ്യും. കുട്ടികളില്ലാത്ത ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. ഒത്തിരി മെഡിസിനൊക്കെ നടത്തി കുട്ടികളെ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കുണ്ടായ കുഞ്ഞിനെ വെച്ച് നമ്മൾ അഹങ്കരിക്കുന്നത് അതൊരു മോശം പരിപാടിയാണ്. ആ ഒരു ആംഗിളിൽ നിന്ന് ചിന്തിച്ചാൽ അത് അങ്ങനെയാണ്. പക്ഷേ അങ്ങനെ ഒരു ആംഗിളേ പുള്ളിക്കാരത്തി ചിന്തിച്ചിട്ടില്ല. പുള്ളിക്കാരത്തിക്ക് മുഴുക്ക എൻ്റെ ബേബിക്ക് ഒരു പ്രശ്നവും വരരുത്, എൻ്റെ ബേബിയുടെ കണ്ണ് നഷ്ടപ്പെടുമോ, ഇതുപോലെ സുഖമില്ലാത്ത ഒരാൾ എൻ്റെ ബേബി ഉമ്മ വെച്ചാൽ ഞാൻ എന്ത് ചെയ്യുന്നു. അപ്പോൾ ബേബിയെ പുറത്തിറക്കാതിരുന്നാൽ അത് വേറെ പ്രശ്നമില്ലല്ലോ. അമ്മയുടെ അടുത്ത് തന്നെ നിർത്തിയേക്കുക, മറ്റെവിടേക്കും കൊണ്ടുപോകാതിരിക്കുക. കുട്ടിയെ സേഫ് ആൻഡ് സെക്യൂറായി സ്വന്തം വീട്ടിൽ തന്നെ വെച്ചേക്കുക. അതിനകത്തിപ്പോൾ എന്താ വിഷമം ഇരിക്കുന്നത്? പിന്നെ ഇനി പുറത്തേക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോൾ കൊച്ചിനാരെങ്കിലും ഉമ്മ വയ്ക്കുന്നുണ്ടോ? അങ്ങനെ ഒരു അവസ്ഥ ഇല്ലല്ലോ. ഉണ്ടെങ്കിലല്ലേ അങ്ങനെ തള്ളേണ്ട കാര്യമുള്ളൂ. നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ തന്നെ ആയിരിക്കും. നിങ്ങൾ പബ്ലിക്കിലേക്ക് കൊണ്ടുവരുമ്പം ആരെങ്കിലും മുത്തുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അത് ശരി, ഓക്കെ, അതൊരു റോങ് പോയിൻ്റാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് പബ്ലിക്കിൽ നിങ്ങൾക്ക് ഇതിന് പോസ്റ്റ് ഇടാം. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ഫോൺ വിളിച്ചെന്ന് പറഞ്ഞാൽ പോരേ. നിങ്ങൾ ഈ പബ്ലിക്ക് പോസ്റ്റൊക്കെ ഇട്ട് ആരെ വെല്ലുവിളിക്കുന്നു? എൻ്റെ കൊച്ചിനെ മുത്തിക്കോളാൻ വയ്യാതെ ഇവിടെ ആരാണ്ടാ നിൽക്കുന്നു?
അവിടെ ഞങ്ങളുടെയൊക്കെ കയ്യിൽ കൊച്ചുങ്ങളുണ്ട്, ഇനി അതിനെ അങ്ങോട്ട് വന്ന് തള്ളി മുത്തേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല. അന്തസ്സായിട്ട് ഞങ്ങളെ പിള്ളേരെ തന്നെ മുത്തും. പിന്നെ കോമൺ സെൻസുള്ള മനുഷ്യർ അസുഖം ഉണ്ടെങ്കിൽ കുട്ടികളെ ഒരു കൈ അകലത്തിൽ നിർത്തും. ഞാനൊക്കെ 12 വയസ്സുവരെ പിള്ളേർക്ക് ചായ പോലും കൊടുക്കില്ലായിരുന്നു. ഓവറായിട്ട് ഭ്രാന്ത് കയറിയിട്ടേ. ഈ മാതൃത്വം കൂടിയാലും കുഴപ്പമാണ്, അത് കുറയ്ക്കുന്നത് എല്ലാവർക്കും നല്ലതായിരിക്കും. ഞാനൊക്കെ അതിൻ്റെ ഇരയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഓവർ കരുതൽ കൊണ്ട് പിള്ളേർക്ക് തന്നെ വട്ടുപിടിക്കാറുണ്ട്. അപ്പം അത് ഒരളവോടെ നിർത്തുക. ഒരളവിന് മേലെ നമ്മൾ വീണ്ടും വീണ്ടും അതിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ഡിപ്രഷനാണ്. ചികിത്സിക്കുക, 100% ചികിത്സിക്കുക, ചികിത്സിച്ച് മാറ്റാൻ ശ്രമിക്കുക. ചികിത്സ എന്നെ മീൻസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വട്ടാണെന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾ നല്ലൊരു കൗൺസിലറെ കാണുക, ആൻഡ് ഷീ വിൽ സപ്പോർട്ട് ഓർ ഹീ വിൽ സപ്പോർട്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അപ്പം എനിക്കറിയാം, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സച്ചിൻ കേസ്, നമ്മുടെ ഒരു പ്രൊഫഷൻ പറയും, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ ആ കിലോമീറ്റർ പോലും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ദാറ്റ് മച്ച് എക്സ്പീരിയൻസ് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ഔട്ട് ഓഫ് മൈൻഡ് ആയിപ്പോകും. അപ്പോൾ നമുക്ക് അടുത്തിരിക്കുന്നവരുടെ സപ്പോർട്ട് വേണ്ടി വരും, അതെങ്ങനെ ആക്ട് ചെയ്യണം എന്നുള്ളത്. മുൻ കാലഘട്ടങ്ങളിൽ നമ്മൾ കൈ പുറത്തേക്ക് വീശിയിട്ട് നമ്മൾ സൈഡ് കൊടുക്കും. ഇന്നതല്ല, ഇൻഡിക്കേറ്റർ ഇടും. അതെന്തുകൊണ്ടാണ്? കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. സോ ഈ മാറ്റങ്ങൾ മനസ്സിലാക്കാത്ത മനുഷ്യൻ കാലഹരണപ്പെട്ട ചിന്താധാരയും കൊണ്ട് നടക്കും. അങ്ങനെയുള്ളവരെ ഇഗ്നോർ ചെയ്യുക. ബട്ട് ദിയ, സീരിയസ്ലി യു ആർ എ ജം, സൂപ്പറാണ്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, നീ നിന്റെ നാക്ക് ശരിയില്ലടി പെണ്ണേ, അതാണ്. അതിന് ഇത്തിരി കൺട്രോൾ കൊടുത്താൽ നീ സൂപ്പറാ, നീ ഡൂപ്പറാ, ഒന്നും പറയാനില്ല. അഹങ്കരിക്കല്ലേ മോളെ, ഭയങ്കര ബോറാടി സത്യമായിട്ട്. നല്ല സുന്ദരി പെണ്ണുങ്ങൾക്ക് അഹങ്കാരം വരുമ്പോൾ ഉണ്ടല്ലേ കാലി വാരി നിലത്തടിക്കാൻ തോന്നും. എനിക്കാണെങ്കിൽ അങ്ങനെ ഭയങ്കരമായിട്ട് തോന്നും. കാര്യം ഞാൻ നിന്റെ സബ്സ്ക്രൈബറൊക്കെ ആണെങ്കിലും എനിക്ക് നിന്റെ നേരത്തെ കൊഞ്ഞാട്ട വർത്താനം കേട്ടാൽ ചെവിക്കലും ഉളകൊരെണ്ണം തരാൻ തോന്നാറുണ്ട്. ഈ എഴുതിയിട്ടത് ശരിയല്ല. ആ ഒരു കാര്യത്തിൽ നീ ഈ പറഞ്ഞ വിഭാഗത്തിനോടൊരു മാപ്പ് പറയണം. പറഞ്ഞേ പറ്റുള്ളൂ. പറയേണ്ട മാപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദവ്യമല്ലല്ലോ, കുട്ടികളില്ലാതെ കഷ്ടപ്പെടുന്ന അമ്മമാരെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആക്ച്വലി ഞാനിതൊരു മെഡിക്കൽ കൺസേണിൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കൺസേണിൽ പറഞ്ഞതാണ് എന്നൊരു വിശദീകരണം കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി കൊടുത്തോ ഇല്ലെന്ന് എനിക്കറിയില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ ഐ എം ദി സോറി കളിയാ, കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ മനോഘടനയും കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എനിക്കൊന്ന് മെയിനായിട്ട് കുറേ ആമ്പിള്ളേരാണ് ഇതൊക്കെ എടുത്ത് വെച്ച് അങ്ങ് തകർക്കുന്നത്. കൊച്ചു പിള്ളേർ കുറേ എണ്ണം ഉണ്ടല്ലോ, യൂട്യൂബ് വിസവന്മാരാണ് എടുത്ത് വെച്ചത്. എൻ്റെ മണ്ടന്മാരെ, കല്യാണവും കഴിച്ചിട്ടില്ല, ഇതിനെപ്പറ്റി യാതൊരു ഗ്രാഹ്യവും ഇല്ലെങ്കിൽ തള്ളാനായിട്ട് ഇത് എടുത്തു വെച്ച് തള്ളാതെ മിണ്ടാതിൻ്റെ വായും കൊണ്ടിരുന്നൂടെ. കുട്ടികളുണ്ടായ ആൾക്കാരെടുത്തൊന്ന് ഡിസ്കസ് എങ്കിലും ചെയ്യുക. നമ്മളൊരു വിഷയത്തിനെ പറ്റി പറയുമ്പോൾ ഈ ഒരു പോർഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പേരൻസ് ഉണ്ടാവില്ലേ, അവരോടൊന്ന് ചോദിക്കുക, അപ്പോൾ ഒരു സജഷൻ തരും. എന്നിട്ടിരുന്ന് തള്ളുക, ദിയ അങ്ങനെ പറഞ്ഞു, അവൾ ശരിയല്ല, അവളൊരു കുഴപ്പമില്ല, അവളുടെ സ്പേസിൽ അവൾ കറക്റ്റാണ്. ഓവർ കൺസേൺ ചെയ്യുന്ന ഒരു പ്രോബ്ലം അവൾക്കുണ്ട്, ഓവർ കൺസേൺ ഡിസോർഡർ. OCDക്ക് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുമായിരിക്കും അല്ലേ. എന്താണ് ഈ OCDയുടെ ഫുൾ ഫോം സത്യത്തിൽ എനിക്കറിയത്തില്ല. ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാം, ഓവർ ക്ലീൻ ഡിസോർഡർ എന്നാണ്. എന്ത് തന്നെ ആയിരുന്നാലും കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഓവറായിട്ടുള്ള കെയറാണ്. ആ കെയർ സോൾവ് ചെയ്ത് മുൻപോട്ട് പോകാൻ എപ്പോഴും സാധിക്കട്ടെ. നല്ലത് വരട്ടെ. ലവൾ പറഞ്ഞ കണക്ക് സുഗന്ധം വരക്കട്ടെ. കൂടുതൽ മണ്ടത്തരങ്ങളുമായി ദിയെ നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്യും. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടാൽ എനിക്ക് സന്തോഷം, നിങ്ങൾക്ക് സന്തോഷം. അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുകയും ചെയ്യും. ഷെയർ ചെയ്താലുള്ള ഇതെന്ന് പറഞ്ഞാൽ നാട്ടുകാരും കൂടെ കാണും, നിങ്ങൾ കണ്ടതിന് നാട്ടുകാരും കൂടെ കാണും. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം തോന്നും. ഇത്രയും ലൈക്കോ ഞാൻ പറഞ്ഞു തന്നത് എനിക്കൊരു സന്തോഷം. ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ ഇതിരി ബൂസ്റ്റപ്പ് ആവും, അത്ര തന്നെ. അത് ഓക്കെ.